നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ. പ്രധാന വാർത്തകൾ. ഓടരുതേ പ്രസിഡന്റ് ആളറിയാം. പ്രാദേശിക നേതാക്കളെ പഴിചാരി പ്രതിഭാഹരി ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്നുവെന്ന് അഡ്വക്കേറ്റ് അനിൽ ബോസ്. കാണുവാൻ കണ്ണുവേണം. കലാകായിക രംഗത്തോടുള്ള സർക്കാർ അവഗണന അധികരിക്കുന്നുവെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. സമ്പൂർണ്ണ സൌജന്യ ചികിത്സയെന്ന് സർക്കാർ. മരുന്നില്ലാതെ സർക്കാർ ആശുപത്രികൾ. കുടിശ്ശിക നൽകാതെ മരുന്ന് വിതരണം ചെയ്യില്ലെന്ന് കമ്പനികൾ. കഷ്ടത്തിലാകുന്നത് രോഗികൾ. വാർത്തകൾ വിശദമായി. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് മറുപടിയുമായി KPCC സാംസ്കാരിക വിഭാഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽ ബോസ്. മങ്കമ്പ് അവിട്ടംതിരുനാൾ സ്കൂൾ കെട്ടിടത്തിന്റെ പുനർനിർമ്മാണത്തിന് തടസ്സം ചില പ്രാദേശിക നേതാക്കളാണെന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആരോപണം ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒഴിഞ്ഞുമാറലാണെന്ന് അഡ്വക്കേറ്റ് അനിൽ ബോസ്. മങ്കമ്പ് അവിട്ടംതിരുനാൾ സ്കൂൾ കെട്ടിടം തകർന്നു എന്ന കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും തർക്കമുള്ള കാര്യമല്ല. അവിടെ പുതിയ സ്കൂൾ കെട്ടിടം പണിയേണ്ടത് അത്യാവശ്യമാണ് എന്ന കാര്യത്തിലും ഒരു രാഷ്ട്രീയ പാർട്ടിയും എതിർക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ ഡിവിഷനാണ് ഈ മങ്കം എന്ന് പറയുന്നത്. അവിടുത്തെ സ്കൂൾ കെട്ടിടം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി 14 ലക്ഷം രൂപ അനുവദിച്ചു. അത് പ്രാദേശിക നേതാക്കളുടെ വടംവലി മൂലം നടക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് സ്വന്തം കഴിവുകേട് മറച്ചുവെക്കാനും ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടവുമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ ഡിവിഷനിൽ നടക്കുന്ന ഒരു വികസന പ്രവർത്തനത്തിന് ഫണ്ട് നീക്കിവെച്ചാൽ അതിനാവശ്യമായ യോഗം വിളിച്ചുകൂട്ടി അതിന്റെ ഗുണഭോക്തൃ സമിതിക്ക് നേതൃത്വം നൽകേണ്ട ഉത്തരവാദിത്തമുള്ള ആൾ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോൾ അവിടെ മറ്റു ചില പ്രാദേശിക നേതാക്കളുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോൺഫറൻസ് നടക്കുന്ന സാഹചര്യത്തിൽ വല്ല പാർട്ടി ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് പറയുന്നതാവും. അതല്ലാതെ ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരനോ ഐക്യജനാധിപത്യ മുന്നണിക്കാരനോ ഇത്തരമൊരു പ്രവർത്തനത്തിനെതിരായി നിൽക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അവിടുത്തെ നിർമ്മാണത്തിൽ അപാകത ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ തന്നെ അതിദാരുണമായി അവിടെ വലിയൊരു ദുരന്തമുണ്ടാകേണ്ട സാഹചര്യമുണ്ടായി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ തന്നെ ആ നിർമ്മാണ പ്രവർത്തനത്തെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിനു വേണ്ടി വിജിലൻസിനോട് ആവശ്യപ്പെടുകയും ആ വിജിലൻസിന്റെ ചുമതലയുള്ള മന്ത്രിയെ നേരിട്ട് ആ പ്രദേശവാസികളുമായി പോയി കാണുകയും ചെയ്ത ഒരാളാണ് ഞാൻ. അതിന്റെ വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അഴിമതി കാണിച്ചിട്ടുള്ള ആ നിർമ്മാണത്തിൽ അപാകത വരുത്തിയിട്ടുള്ള വീഴ്ച വരുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരായാലും കരാറുകാരനായാലും അവർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. CPMന്റെ ലോക്കൽ സമ്മേളനങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും ഗ്രൂപ്പുകളെ സഹായിക്കാൻ വേണ്ടിയാവാം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇത്തരം പ്രതികരണം നടത്തിയിട്ടുള്ളത്. കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും ആഗ്രഹം സ്കൂൾ മികച്ച രീതിയിൽ മുൻപോട്ട് പോകണമെന്നാണ്. മങ്കമ്പ് അവിട്ടംതിരുനാൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളുമായി ചർച്ച നടത്തി സമരം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. NSS സ്കൂളുകളിലെ കുട്ടികളിൽ കലാകായിക അഭിരുചി വളർത്തുന്നതിനും പ്രതിഭകളെ കണ്ടെത്തുവാനും നടത്തുന്ന കലാകായിക മേളകൾ സർക്കാർ കണ്ണു തുറന്നു കാണണമെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. കേരളത്തിലെ വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലുമുള്ള കുട്ടികളിൽ നിന്ന് കൂടുതൽ കലാകായിക പ്രതിഭകളെ കണ്ടെത്തുവാനുള്ള സർക്കാർ ശ്രമങ്ങൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് കുറവാണെന്നും അതിനാൽ വരും തലമുറയിലെ കുട്ടികളെ അവരുടെ വിദ്യാഭ്യാസ കാലത്ത് തന്നെ കലാകായിക ഇനങ്ങളിൽ പ്രോത്സാഹനം നൽകി കൂടുതൽ പ്രതിഭകളെ കണ്ടെത്തുവാൻ സർക്കാർ ശ്രമിക്കണമെന്നും സുകുമാരൻ നായർ പറഞ്ഞു. 35ാമത് മന്നം കലാകായിക മേളയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടികളെ കലാകായിക രംഗത്ത് അവർക്ക് കൂടുതൽ അഭിരുചി ഉണ്ടാക്കിയെടുക്കുന്നതിനും ആ രംഗത്ത് കൂടുതൽ പ്രതിഭകളെ കണ്ടെത്തുന്നതിനും വേണ്ടി NSS നടത്തിവരുന്ന ഈ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഈ പദ്ധതി സത്യം പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ ഇത് കടന്നു പോകുന്നത് കാണേണ്ടതാണ്. ഇന്ന് കേരളത്തില് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ കലാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളായാലും ശരി അവരിലൂടെ കലാകായിക രംഗത്ത് കൂടുതൽ പ്രതിഭകളെ കണ്ടെത്തി
ഉൾക്കാഴ്ചയോടുകൂടിയുള്ള പ്രവർത്തനം സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ടോ എന്ന് വളരെയേറെ സംശയം ജനിപ്പിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ നിന്നോ അതിനുള്ള പ്രാധാന്യം അർഹമായ രീതിയിൽ പ്രാധാന്യം കണക്കിലെടുക്കുന്ന പരിഗണന നൽകുന്നില്ല എന്ന ആക്ഷേപവും ഉണ്ട്. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വരും തലമുറയെ അവരുടെ വിദ്യാഭ്യാസ കാലത്ത് തന്നെ കുടുംബത്തിന്റെ കാലത്ത് തന്നെ കലാകായിക രംഗത്ത് അവരെ വളർത്തിയെടുത്ത് കൂടുതൽ പ്രതിഭകളെ സൃഷ്ടിക്കുവാൻ ആവശ്യമായ സത്വര നടപടി അവരിൽ നിന്നും ഉണ്ടാകണം എന്നാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഇനിയും ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയുന്നത്. NSS ഡയറക്ടർ ബോർഡ് അംഗം ഹരികുമാർ കോയിക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രൊഫസർ KV രവീന്ദ്രനാഥൻ നായർ, ഉഷ ഡി കുറുപ്പ്, ഹരീന്ദ്രനാഥൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. മരുന്ന് വിതരണം കമ്പനികൾ നിർത്തി. മരുന്നില്ലാതെ സർക്കാർ ആശുപത്രികൾ. മരുന്ന് വാങ്ങിയ ഇനത്തിൽ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ പണം നൽകാത്തതിനാലാണ് പല കമ്പനികളും സർക്കാർ ആശുപത്രികൾക്കുള്ള മരുന്ന് വിതരണം നിർത്തിയത്. സർക്കാർ ആശുപത്രികളിൽ ഇതേ തുടർന്ന് കടുത്ത മരുന്ന് ക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. ഈ സാമ്പത്തിക വർഷം കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മരുന്ന് വാങ്ങിയ ഇനത്തിൽ 100 കോടി രൂപയോളമാണ് മരുന്ന് കമ്പനികൾക്ക് കൊടുക്കുവാനുള്ളത്. യഥാസമയം പണം കിട്ടാത്തതിനാൽ മിക്ക കമ്പനികളും മരുന്നുകളുടെയും മെഡിക്കൽ ഉപകരണങ്ങളുടെയും വിതരണം നിർത്തുവാൻ നിർബന്ധിതരായിരിക്കുകയാണ്. പണം ലഭിക്കാനുള്ളതിനാൽ പല കമ്പനികളും പുതിയ ടെൻഡർ എടുക്കുന്നില്ല. ഇത്തരത്തിൽ 102 മരുന്നുകളുടെ ടെൻഡർ കമ്പനികൾ ഏറ്റെടുത്തിട്ടില്ല. നടപ്പ് സാമ്പത്തിക വർഷം 242 കോടിയാണ് KMSCL-നുള്ള ബജറ്റ് വിഹിതം. സാമ്പത്തിക വർഷം കഴിഞ്ഞ് 7 മാസം പിന്നിടുമ്പോഴും 60 കോടി രൂപ മാത്രമാണ് സർക്കാർ നൽകിയത്. ശേഷിക്കുന്ന 182 കോടി രൂപ ഉടൻ നൽകിയില്ലെങ്കിൽ ഈ വർഷത്തെ മരുന്ന് വിതരണം താറുമാറാകും. കേരളത്തിലെ 21 വെയർഹൌസുകളിലും ആശുപത്രികളിലും ആവശ്യ മരുന്നുകൾ ഉൾപ്പെടെയുള്ളവ സ്റ്റോക്കില്ല. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്താൽ ലോക്കൽ പർച്ചേസിംഗിലൂടെയാണ് മരുന്നുകൾ വാങ്ങുന്നത്. ചികിത്സ സൌജന്യമാണെന്ന് സർക്കാർ പറയുമ്പോഴും ക്യാൻസറിനുള്ള മിക്ക മരുന്നുകളും ആശുപത്രിയിലില്ല. കേന്ദ്ര സർക്കാർ വില നിയന്ത്രണം എടുത്തുകളഞ്ഞതിനാൽ പൊതുവിപണിയിൽ മരുന്ന് വില കുതിച്ചുയരുകയാണ്. കൂടിയ വിലയ്ക്ക് വിറ്റ് പരമാവധി ലാഭം കൊയ്യുകയാണ് മരുന്ന് കമ്പനികളും മെഡിക്കൽ സ്റ്റോറുകളും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിക്കുന്ന ഔഷധാവകാശ സംരക്ഷണ ജാഥ ഈ മാസം 20-ന് ആലപ്പുഴയിലെത്തും. ഔഷധവില നിയന്ത്രണാധികാരം എടുത്തുകളയുവാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന സമിതി ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ 5 കേന്ദ്രങ്ങളിലാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നത്. രാവിലെ 9-ന് ചേർത്തലയിൽ സ്വീകരണം നൽകും. വൈകിട്ട് 5-ന് ചാരുമൂട്ടിൽ ജാഥ സമാപിക്കും. പുസ്തക പ്രചരണം, ലഘുലേഖ പ്രചരണം, ജനകീയാരോഗ്യ ക്ലാസുകൾ തുടങ്ങിയവയും ജാഥയുടെ ഭാഗമായി നടക്കും. മരുന്ന് കമ്പനികളുടെ നിർബന്ധത്തിന് വഴങ്ങി വില നിയന്ത്രിക്കുന്നതിനുള്ള അധികാരം എടുത്തുകളഞ്ഞ സർക്കാരിന്റെ നടപടി പ്രതിഷേധിച്ചുകൊണ്ട് പരിഷത്ത് നടത്തുന്ന സംസ്ഥാനതല വാഹനജാഥ 20-ാം തീയതി ആലപ്പുഴയിൽ എത്തിച്ചേരുകയാണ്. അപ്പോൾ ആ വാഹനജാഥയ്ക്ക് ജില്ലയിൽ 4 കേന്ദ്രങ്ങളിൽ അതിന് കൂടാതെ തന്നെ KSDP-യിലും സ്വീകരണം നൽകുന്നുണ്ട്. ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നതും ജനങ്ങളെ ഏറ്റവും അധികം ബാധിക്കുന്നതുമായ ഒരു വിഷയമാണ് ഈ മരുന്നുകളുടെ വില നിയന്ത്രണം എടുത്തു കളഞ്ഞത്. 1979 ഇത്തരത്തിൽ അവശ്യ മരുന്നുകളുടെ വില നിയന്ത്രണ പട്ടികയിൽ അത് രൂപീകരിച്ചപ്പോൾ 347 ഔഷധങ്ങൾ ഉണ്ടായിരുന്നത് ഓരോരോ ഘട്ടങ്ങളിൽ ഇതുപോലെയുള്ള മരുന്ന് കമ്പനികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഓരോന്നോരോന്നായി ആ പട്ടികയിൽ നിന്ന് എടുത്തു കളയുകയും 2003 ആയപ്പോഴത്തേക്ക് അത് 74 ഔഷധങ്ങളായിട്ട് ചുരുങ്ങുകയും ചെയ്തിട്ടുള്ള. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ട്രഷറർ N. സാനു, M. രാജേഷ്, റജി എന്നിവർ പങ്കെടുത്തു. പള്ളിക്കുട്ടുമ്മ താലൂക്ക് ആശുപത്രി റോഡിലെ താഴ്ന്ന ഭാഗങ്ങൾ ഉയർത്തുന്നതിന് 13 ലക്ഷം രൂപ അനുവദിച്ചു. IC ജംഗ്ഷൻ മുതൽ കുമ്പളഞ്ചിറ പാലം വരെ അപ്രോച്ച് റോഡിന്റെ പുനരുദ്ധാരണ ജോലികളും ഉടൻ പുനരാരംഭിക്കാൻ തീരുമാനമായി. KSV വാർത്തകളെ തുടർന്ന് കേരള കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷിബു മണല പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. നിർമ്മാണ ജോലികൾ ഉടൻ പുനരാരംഭിക്കാൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വെള്ളം കയറുന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ ഇന്റർലോക്കിംഗ് ജേബിൾ സിസ്റ്റത്തിൽ നിർമ്മാണം നടത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. തായങ്കരി എടത്തുവ റോഡിന് ഇരുവശവുമുള്ള പാടശേഖരത്തേക്ക് മാലിന്യം തള്ളുന്നതായി പരാതി. ചുങ്കൻ ദേവസ്വം വരമ്പിനകം പാടശേഖരങ്ങളിലേക്കാണ് മാലിന്യം തള്ളുന്നത്.
പാടശേഖരങ്ങളിലേക്ക് ചാക്കുകെട്ടുകളിലാക്കിയാണ് അറവുമാലിന്യം അടക്കമുള്ളവ നിക്ഷേപിക്കുന്നത്. 15 ദിവസം പ്രായമെത്തിയ നെൽച്ചെടികൾക്കിടയിലേക്ക് വാഹനത്തിലെത്തി വലിച്ചെറിയപ്പെട്ട നിലയിലാണ് അറവുമാലിന്യം. തായങ്കരി എടത്വ റോഡിലൂടെ സന്ധ്യ കഴിഞ്ഞാൽ വാഹനയാത്രക്കാർ നന്നേ കുറവാണ്. ഈ സാഹചര്യം മുതലെടുത്താണ് അന്യജില്ലകളിൽ നിന്നും കൊണ്ടുവരുന്ന മാലിന്യക്കെട്ടുകൾ പാടശേഖരത്തേക്ക് തള്ളുന്നത്. മാലിന്യങ്ങൾ പാടശേഖരത്ത് കെട്ടിക്കിടക്കുന്നതിനാൽ കൃഷിപ്പണികൾ ചെയ്യാൻ തൊഴിലാളികളെ പോലും കിട്ടാറില്ലെന്ന് കൃഷിക്കാർ പറഞ്ഞു. തായങ്കരി എടത്വ റോഡിൽ പോലീസ് നൈറ്റ് പട്രോളിംഗ് നടത്താത്തതും ഇത്തരക്കാർക്ക് സഹായകരമായിരിക്കുകയാണെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. എല്ലാ കുട്ടികളെയും സ്വന്തം മക്കളായി കാണാനും പരിഗണിക്കാനും മാതാപിതാക്കൾക്ക് കഴിയണമെന്നും കുഞ്ഞുങ്ങളെ വിശ്വപൌരന്മാരായി വളർത്തണമെന്നും കുട്ടനാട് ലീഗൽ സർവീസ് ചെയർമാനും രാമങ്കരി മജിസ്ട്രേറ്റുമായ KS രാധാകൃഷ്ണൻ രാമങ്കരി സഹൃദയ സ്പെഷ്യൽ സ്കൂളിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുട്ടനാട് പ്രൊട്ടക്ഷൻ കൌൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് A. അനിൽകുമാർ, പ്രിൻസിപ്പൽ ടെസ, ചാക്കോ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നേവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BAS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകളിലേക്ക്. മങ്കമ്മ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന്റെ നിർമ്മല ഗ്രാമം നിർമ്മല വിദ്യാലയം പദ്ധതി പ്രഖ്യാപനം ബുധനാഴ്ച 3 നടക്കും. RCC അങ്കണത്തിൽ നടക്കുന്ന പരിപാടി ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോജി ഉദ്ഘാടനം ചെയ്യും. 35ാമത് മന്നൻ ട്രോഫി കലാകായികമേളയിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പെരുന്ന NSS-HSS-ഉം ഹൈസ്കൂൾ വിഭാഗത്തിൽ കൽപ്പറ്റ EM-HSS-ഉം LP വിഭാഗത്തിൽ EM-UPS പന്തളവും വിജയികളായി. 4 ദിവസങ്ങളായി പെരുന്ന NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മത്സരത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 215 പോയിന്റോടെ പെരുന്ന HSS വിജയികളായി. വ്യക്തിഗത വിഭാഗത്തിൽ ഹയർ സെക്കൻഡറി തലത്തിൽ മുള്ളോർക്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഹമ്മദ് ഷാനുവും ചൂരക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അതുല്യയെയും, ഹൈസ്കൂൾ തലത്തിൽ പെരുന്ന BHS-ലെ അഖിൽ യുയെയും, നീരമൺകര MMRHS-ലെ ഗീതു S നായരും വ്യക്തിഗത ചാമ്പ്യൻഷിപ്പിന് അർഹരായി. തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യുവാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് TUCI നേതൃത്വത്തിൽ ആലപ്പുഴ BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി.
ആലപ്പുഴ നഗരചത്വരത്തിൽ നിന്നും മാർച്ച് ആരംഭിച്ചു. തുടർന്ന് BSNL ഓഫീസിന് മുന്നിൽ നടന്ന ധർണ TUCI സംസ്ഥാന സെക്രട്ടറി ചാൾസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. വാഗ്ദാനങ്ങളും അത്തരത്തിലുള്ള നിലപാടുകളും ലോകവ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നൊരു കാലം. ആ കാലത്താണ് ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന് വേണ്ടി തയ്യാറാക്കിയ രേഖയിൽ അർജുൻ സെൻഗുപ്ത പറഞ്ഞു, ഈ രാജ്യത്തെ മനുഷ്യർ, ഈ രാജ്യത്തെ 80% വരുന്ന മനുഷ്യർ ഒരു ദിവസം 20 രൂപയ്ക്കാണ് ജീവിക്കുന്നത് എന്ന ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം ഇന്ത്യ സർക്കാരിന് വേണ്ടി നിയമിച്ച കമ്മീഷനിൽ വെളിപ്പെടുത്തിയ ഒരു സാഹചര്യം. അപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു ഭാഗത്ത് സമ്പത്ത് കുന്നുകൂടുന്ന ആളുകൾ, ധനാഢ്യന്മാർ, അത് റിലയൻസ് ആകട്ടെ, ടാറ്റയാകട്ടെ, ബിർളയാകട്ടെ, ഇത്തരത്തിലുള്ള കുത്തക കമ്പനികൾ കാണ വളർന്നു വരുന്നു. മറുഭാഗത്താകട്ടെ മനുഷ്യർ പട്ടിണി കൊണ്ട് മരിച്ചു വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് നടത്തുന്നു. ജില്ലാ പ്രസിഡന്റ് സലീം ബാബു അധ്യക്ഷത വഹിച്ചു. MM ഗോപാലൻ, PN ബാബു, MC ശശിധരൻ, VJ പോൾസ് തുടങ്ങിയവർ സംസാരിച്ചു. കോൺട്രാക്ട് ലേബർ സമ്പ്രദായം അവസാനിപ്പിക്കുക, പ്ലാനിംഗ് കമ്മീഷനെ പിരിച്ചുവിടാനുള്ള തീരുമാനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചായിരുന്നു മാർച്ച് നടത്തിയത്. ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ നടന്ന പരിപാടി ഡോക്ടർ തോമസ് ഐസക് MLA ഉദ്ഘാടനം ചെയ്തു. പോസ്റ്റ് ഓഫീസിൽ കൊണ്ടത് പണം അടക്കട്ടെ, കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ കൊണ്ടത് പണം അടക്കണില്ല, ആളുകൾ അവരിന്ന് അത് സമാഹരിച്ച് കൊണ്ട് നടക്കട്ടെ. അത്തരത്തിൽ വലിയൊരു സമ്പാദ്യ പദ്ധതിയായിട്ട് ദേശീയ സമ്പാദ്യ പദ്ധതി മാറി. നമ്മുടെ സർക്കാർ വന്നപ്പോൾ ഇതിൽ വലിയ പ്രാധാന്യം നൽകി. പ്രാധാന്യം നൽകാൻ ഒരു കാരണമുണ്ട്. അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ്. നമ്മുടെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ, സർക്കാർ നന്നായിട്ട് വികസന പ്രവർത്തനങ്ങൾ ഇടപെടും, അടിച്ചു നിൽക്കാൻ പാടില്ല. വികസന പ്രവർത്തനം എന്ന് പറയുമ്പോൾ 2 തരത്തിലുണ്ട്. ഒന്ന്, ആളുകൾക്ക് ശമ്പളം, പെൻഷൻ ഇതൊക്കെ കൊടുക്കുന്ന ദൈനംദിന ചെലവിൽ സർക്കാരിൻ്റെ ചെലവ്, അതിന് കടം മേടിക്കാൻ പാടില്ല എന്നുള്ള പക്ഷക്കാരനാണ്. ആ കടം മേടിക്കുന്നത് കുറച്ച് കൊണ്ടുവരണം. നമ്മളിപ്പോൾ റേഷൻ മേടിക്കാൻ വേണ്ടി എല്ലാ ആഴ്ചയും കടം മേടിക്കാൻ പോയ കുത്തുവാളെടുക്കില്ല. അസോസിയേഷൻ പ്രസിഡന്റ് S സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മുൻ MP CS സുജാത മുഖ്യപ്രഭാഷണം നടത്തി. K വാമദേവൻ, S അനിത, നിർമ്മല ഗണേഷ്, EV പത്മകുമാർ, തങ്കം V നായർ തുടങ്ങിയവർ സംസാരിച്ചു. ഏജന്റുമാരുടെ കമ്മീഷൻ വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കുക, ആനുകൂല്യങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യവും സമ്മേളനത്തിൽ ഉയർത്തി. രാമഗിരി ഗവൺമെന്റ് LP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. രാമഗിരി ഗ്രാമപഞ്ചായത്തിലെ പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ കീഴിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. രോഗനിർണയം, ഔഷധ വിതരണം, പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള ബോധവൽക്കരണം എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. രാമഗിരി ഗവൺമെന്റ് LP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് അംഗം ശ്രീദേവി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആൾക്കാരെ പ്രതീക്ഷിച്ചതാണ്. കാരണം ഇവിടുത്തെ ടീച്ചർമാരും SMC ചെയർപേഴ്സണും ഒക്കെ നല്ല രീതിയിൽ ഇതിന് നോട്ടീസും കൊണ്ട് എല്ലാ വീടുകളിലും നടക്കുകയുണ്ടായി. എന്നിട്ട് നമുക്ക് ഇവിടെ എന്ത് പരിപാടി വെച്ചാലും ഇതിൽ കൂടുതലൊന്നും ആൾക്കാരെ കിട്ടാറില്ല. നാട് മുഴുവൻ നടന്ന് വിളിച്ചാൽ പോലും ഒരു 25 പേര് അതിൽ കൂടുതൽ എന്തായാലും ഇവിടെ വന്നെത്താറില്ല. എന്തോ ഇവിടുത്തെ സ്കൂളിന്റെ ഒരു പ്രത്യേകതയായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരുടെ ഒരു ഇതായിരിക്കാം. എന്തായാലും കൊള്ളാം. ഇവിടെ ഇത്രയും ആൾക്കാർ വന്നതിൽ തന്നെ വളരെയേറെ സന്തോഷമുണ്ട്. രശ്മി മധു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അജിത് കുമാർ, ജോസഫ് ചേക്കോടൻ, NI തോമസ് എന്നിവർ സംസാരിച്ചു. മാമച്ചനാക്കാത്തറ പുളിങ്കുന്ന് അനുസ്മരണ സമ്മേളനവും 1ാം ചരമവാർഷികാചരണവും നടന്നു. പുളിങ്കുന്ന് ന്യൂ ബസാറിൽ നടന്ന സമ്മേളനം മുൻ MLA ഡോക്ടർ KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മാമച്ചനാക്കാത്തറ അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് അംഗം അലക്സ് മാത്യു അധ്യക്ഷനായി. അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം, PC മോനിച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. ചരമവാർത്തകൾ. കൈനഗരി തോട്ടുവാത്തല്ല പ്രയനാടി വീട്ടിൽ പുരുഷോത്തമൻ നിര്യാതനായി. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഓടരുതേ പ്രസിഡന്റ്, ആളറിയാം. പ്രാദേശിക നേതാക്കളെ പഴിചാരി പ്രതിഭാഹരി ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്നുവെന്ന് അഡ്വക്കേറ്റ് അനിൽ ബോസ്. കാണുവാൻ കണ്ണുവേണം. കലാകായിക രംഗത്തോടുള്ള സർക്കാർ അവഗണന അധികരിക്കുന്നുവെന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ.
സമ്പൂർണ്ണ സൗജന്യ ചികിത്സയെന്ന് സർക്കാർ. മരുന്നില്ലാതെ സർക്കാർ ആശുപത്രികൾ. കുടിശ്ശിക നൽകാതെ മരുന്ന് വിതരണം ചെയ്യില്ലെന്ന് കമ്പനികൾ. കഷ്ടത്തിലാകുന്നത് രോഗികൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.